ഈ മാനവീയ അടക്കം തന്നെ രാത്രി പകലോളം തന്നെ നിരവധിയാർന്നിട്ടുള്ള പെൺകുട്ടികളടക്കം ഇവിടെ വന്നിരുന്ന് പോകുന്ന സ്ഥിതിയുണ്ട്. നിലവിൽ സ്ത്രീക സുരക്ഷാ പദ്ധതികളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെൻറ്റും നിലവിൽ നമ്മൾ നഗരസഭയടക്കം നിരവധിയായിട്ടുള്ള പരിപാടികൾ അല്ലെങ്കിൽ പദ്ധതികളടക്കം തന്നെ നടപ്പിലാക്കി പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ തിരുവനന്തപുരം നഗരത്തിലടക്കം തന്നെ ഇത്തരത്തിൽ രാവെന്നോ പകലൊന്നും ഇല്ലാതെ പെൺകുട്ടികളടക്കം തന്നെ മികച്ച രീതിയിൽ സ്വതന്ത്രമായി നടക്കാൻ കഴിയുന്നതെന്നുള്ളതാണ്. നിലവിൽ ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ വാർത്തകൾ പരിശോധിച്ച് നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ട് അടക്കമുള്ള നിങ്ങളുടെ കോൺഗ്രസ് പാർട്ടിയിൽ മുമ്പുണ്ടായിരുന്ന ഒരു എം എൽ എ സംരക്ഷിക്കുന്ന ഒരു നിലയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടാകുന്നത്. ഇപ്പോഴും കോൺഗ്രസ് അയാളെ ചേർത്ത് നിർത്തുന്ന ഒരു സ്ഥിതി പൊതുവായി കാണാൻ കഴിയുന്നുണ്ട്. അതെങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടി വിലയിരുത്തുന്നതാണ്? ഇത് ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട് വി രാജേഷിനോടാണ്. കഴിഞ്ഞു പറഞ്ഞുപോയി, കോർപ്പറേഷൻ പിടിച്ചു കഴിഞ്ഞാൽ 45 ദിവസത്തിനുള്ളിൽ നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് എത്തുകയും നമ്മുടെ നഗരത്തിലെ യുവാക്കൾക്ക് ജോലി നൽകുകയും ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. കുറച്ച് മുമ്പ് ലൈവാണ്, പരിശോധിക്കാം. പദ്ധതി നടപ്പിലാക്കും. അത് തൊഴിലടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളടക്കം സാർ പറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ ചോദിക്കാൻ നിന്നത്, കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിലേറുമ്പോൾ എത്രയോ 10 ലക്ഷത്തിനടുത്ത് തൊഴിലവസരങ്ങൾ രാജ്യത്ത് സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു. ഇത്രയും വർഷം പിന്നിടുന്നു, 12 വർഷത്തേക്ക് നീങ്ങാൻ വേണ്ടി പോകുന്നു. ഒരു തൊഴിലവസരമെങ്കിലും രാജ്യത്തിലെ യുവാക്കൾക്കോ വിദ്യാർത്ഥികൾക്കോ നൽകാൻ വേണ്ടി മറുപടി. തീർച്ചയായിട്ടും ആദ്യം സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ചോദിച്ച ചോദ്യത്തിന് തീർച്ചയായിട്ടും സ്ത്രീ സുരക്ഷ എന്നുള്ളത് നമ്മുടെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. എന്ന് മാത്രമല്ല, സ്ത്രീകൾക്ക് ഏത് സമയം ഏതിടത്തിൽ പോകുവാനുള്ള ആ ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളത്. പക്ഷേ എനിക്ക് അതിനുള്ള പ്രശ്നം ഒരു മാനവീയം വീതി കൊണ്ട് മാത്രം പരിഹരിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല സ്ത്രീ സുരക്ഷ. അതിൽ മാനവീയ വീതിയും അതിൽ എത്രമാത്രം അതിപ്പോൾ നടക്കുന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ തിരുവനന്തപുരം നഗരത്തിലുള്ള എല്ലാ വീഥികളും സ്ത്രീകൾക്കും എല്ലാവർക്കും സുരക്ഷിതരായിട്ട് പോകാൻ പറ്റുന്ന വീഥികളാക്കി മാറ്റണം എന്നുള്ള ഒരു ഉത്തരവാദിത്വം ഏതൊരു കോർപ്പറേഷനിലും. ഇപ്പം അങ്ങനെയല്ല എന്നുണ്ടോ? അല്ല, നമ്മൾ ചോദിച്ചു. നമ്മുടെ ഐ എം നോട്ട് വെരി ഷുവർ. നമ്മളിപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഈ നഗരസഭയിൽ അങ്ങ് കഴക്കൂട്ടത്തിൻ്റെ ഇപ്പുറം മുതൽക്ക് നമ്മൾ ഈ കാച്ചാണി വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ട് പോകാൻ പറ്റുന്നത് അതിനുള്ള സംവിധാനം ഇല്ല. നമ്മൾ ഓപ്പണായിട്ട് പറയുകയാണ്. നമുക്ക് ചില ഇടങ്ങളുണ്ട്, ആ ഇടങ്ങൾ നമ്മൾ കൂട്ടണം. ഇനി സ്ത്രീ സുരക്ഷ എന്ന് പറയുമ്പോൾ ഞാൻ കാണുന്ന വേറെ പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മുടെ ആശാ വർക്കർമാർ, അംഗൻവാടി വർക്കർമാരടക്കം. ആശാ വർക്കർമാർ ചോദ്യം അതായിരുന്നില്ല, സ്ത്രീ സുരക്ഷ. ഞാൻ അതിലേക്ക് എത്താം. ഇവിടെ സ്ത്രീ സുരക്ഷ എന്ന് പറയുമ്പോൾ അംഗൻവാടി വർക്കർമാരുടെ ആശാ വർക്കർമാർ അവരുടെ ജീവിതത്തിനുള്ള സുരക്ഷിതത്വം കൂടി അതിൻ്റെ ഭാഗമായിട്ട് വരും. തീർച്ചയായിട്ടും ആശാ വർക്കർമാരുടെ കഷ്ടത്തിൽ ഈ വിഷയത്തിൽ സർക്കാർ അവർ എത്രയോ ദിവസം സമരം ചെയ്തപ്പോൾ തിരിഞ്ഞു നോക്കാതെ അതിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ മിനിറ്റിലിട്ടിരുന്ന എസ്.പി. ദീപകടക്കം നിൽക്കുമ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള നിലപാടായിട്ട് പോകും. പിന്നെ പറഞ്ഞ ചോദ്യം, കൃത്യമായിട്ട് ആ വിഷയത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം മറുപടി നൽകിയിട്ടുണ്ട്, പാർട്ടിയുടെ നേതാക്കൾ മറുപടി നൽകിയിട്ടുണ്ട്. സമാനമായിട്ടുള്ള വിഷയങ്ങൾ ഇടതുപക്ഷം എടുത്തിട്ടുള്ള നയം എന്താണെന്ന് കൂടി പഠിക്കുക. ചാർജ് ഷീറ്റ് അടക്കം ചെയ്യപ്പെട്ട ആളുകൾ. രാജേഷ് എന്നോട് ചോദിച്ചല്ലോ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നരേന്ദ്രമോദി 40 ദിവസം കഴിയുമ്പോൾ ഒന്നും ജോലി കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല. കാര്യങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യണേ. ഞാൻ പറഞ്ഞത് പ്രധാനം അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തല്ലോ. നിങ്ങൾ ക്ലിക്കായല്ലോ. അതായത് അങ്ങ് അതിനെ അംഗീകരിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. അങ്ങക്ക് ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, പ്രധാനമന്ത്രി ശബരി ഒന്നും തടസ്സപ്പെടുത്തിയില്ല. കാരണം എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാ ഇത്ര അങ്കലാപ്പ്? LDF-നും UDF-നും ദീപകിനും അങ്കലാപ്പ്. ഞാൻ പറയട്ടെ,